ഇത് എത്രാമത്തെ ഇന്റർവ്യൂ ആയിരുന്നു ഇത്? ഇന്റർവ്യൂ ഇതിപ്പോ 4-5 ആ ഇത് 5-ാമത്തെ 6-ാമത്തെ ഇന്റർവ്യൂ ആയിരിക്കും. ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഞാൻ ഇതിനു മുമ്പ് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ നടത്തി പരിചയമുള്ള ഒരാളല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഇന്റർവ്യൂ സ്റ്റാറല്ല. എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെ ഭയങ്കര റീച്ച് ഉള്ളതോ ഫോളോവേഴ്സ് ഉള്ളതായിട്ടുള്ളൊരു ചാനലല്ല. എന്നിട്ടും ജിഷ്ണു എനിക്കൊരു ഇന്റർവ്യൂ തരാനുള്ള സാഹചര്യം കാരണം എന്താണ്? സാഹചര്യവും കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മിഥുൻ എൻ്റെ സുഹൃത്ത് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ അതിനുള്ളൊരു ഇത്. ഞാൻ ചോദിക്കാൻ കാരണം മറ്റൊന്നല്ല, ഞാൻ ജിഷ്ണുവിൻ്റെ അടുത്ത് നമ്മൾ ഏകദേശം ഒരു 5-6 വർഷത്തോളമുള്ള സൗഹൃദമായി. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പക്ഷേ സിനിമയിലെ, അതായത് കളങ്കാവലിന് മുമ്പുള്ള ഒരു സ്ട്രഗിളിങ് ഫേസിലൊക്കെ നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തും കാര്യങ്ങളൊക്കെ എപ്പോഴൊക്കെയോ നമ്മൾ സംസാരിച്ചതോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ പെടുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അന്ന് സംസാരിച്ചതോ അന്ന് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊന്നും മറന്നില്ല എന്നാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ജിഷ്ണുവിനോട് പറഞ്ഞു, ജിഷ്ണു നമുക്കൊരു ഇന്റർവ്യൂ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇതുമില്ല. അപ്പോൾ അതായത് എനിക്ക് തിരക്കാണെന്നോ അല്ലെങ്കിൽ വേറൊരു കാര്യവും പറയാതെ ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള അത് ആ ഒരു ബന്ധം ജിഷ്ണുവിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. കാരണം ഞാൻ ഇത് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം നമ്മളൊരു കൺവെൻഷണൽ രീതിയിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ജിഷ്ണു ഉത്തരം പറയുന്നു എന്നല്ലാതെ ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലും പറയാതെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ പാസ്റ്റിൽ തുടങ്ങിയിട്ട് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കളങ്കാവലിൻ്റെ കാര്യങ്ങളിലേക്ക് വന്ന് പിന്നീട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാം. സുഹൃത്താണ് എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ഇന്റർവ്യൂ തരാൻ തയ്യാറായത് ഞാൻ കുറച്ച് വിശ്വസിക്കട്ടെ. അതെ, സുഹൃത്തും സഹപ്രവർത്തകനാണ്. ആ സ്നേഹവും അത് എപ്പോഴും ആ കരുതൽ എപ്പോഴും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അതങ്ങനെ തീരുമാനിച്ചത്. പാസ്റ്റിൽ നമുക്ക് തുടങ്ങാം. എപ്പോഴാണ് സിനിമ എന്ന് പറയുന്ന ഒരു മോഹം അല്ലെങ്കിൽ ഭ്രമം മനസ്സിലേക്ക് വരുന്നത്? സിനിമ ഒരു ഭ്രമമായി മനസ്സിലേക്ക് എത്തിയത് ശരിക്കും പറഞ്ഞാൽ കോളേജ് ജീവിതത്തിലാണ്. കോളേജിൽ ഒരു 3rd ഇയർ 4th ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും കൂടുതൽ സിനിമകളിലേക്ക് എത്താൻ സാധിച്ചു. സിനിമാറ്റിക് ലിറ്ററസി അവിടെ ശരിക്കും പറഞ്ഞാൽ കൂടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദം എനിക്ക് കിട്ടി. ജിതിനെ എനിക്ക് അവിടെ വെച്ചിട്ടാണ് കോളേജിൽ കോളേജ് മേറ്റ് ആയിട്ട് കിട്ടുന്നു. ജിതിൻ കെ ജോസ് കളങ്കാവലിന്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഞങ്ങളുടെ ഒരു കോമൺ ഫാക്ടർ സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഭ്രമം അവിടെ തുടങ്ങിയ സംസാര രീതി. അപ്പം എനിക്ക് കഥയെ എഴുതാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം പയ്യെ സിനിമയിലേക്കുള്ള സ്ക്രിപ്റ്റിങ്ങിലേക്ക് വരുന്നു. അങ്ങനെ സിനിമകൾ കൂടുതൽ കാണുന്നു. അപ്പം സിനിമ ചെയ്താൽ കൊള്ളാമെന്ന ആഗ്രഹം വരുന്നു. അങ്ങനെയാണ് ശരിക്കും സിനിമയിലേക്ക് എത്തിച്ചേർന്നാൽ നന്നായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സിനിമ ഞാൻ എഴുതും, ജിതിൻ നീ ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ അന്ന് തീരുമാനിച്ചാണോ? ഇല്ല, അങ്ങനെയില്ല. ഞങ്ങൾ രണ്ടുപേരും എഴുത്ത് എന്ന പ്രോസസ്സിലായിരുന്നു എൻജോയ്മെന്റ് കണ്ടെത്തിയിരുന്നത്. പിന്നെ ജിതിൻ കുറച്ചും കൂടി ഡയറക്ടോറിയൽ എനിക്കും മുമ്പേ സ്വപ്നം കണ്ടിരുന്നു. അതാണ് അതിലെ വസ്തുത. ജിതിൻ അപ്പോൾ അദ്ദേഹത്തിന് ഇതിന് മുമ്പ് അസോസിയേറ്റ് ആയിട്ടോ അസിസ്റ്റന്റ് ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള? അതെ, ജിതിൻ 1-2 സിനിമകളിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് അവനുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹം ഡയറക്റ്റ്ലി സിനിമാ മേഖലയിലേക്ക് പോവുകയും എനിക്ക് തോന്നുന്നു ജിഷ്ണു ബാങ്കിങ് മേഖലയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് വീണ്ടും ബാങ്കിങ് മേഖലയിലേക്ക് നമ്മൾ വന്നു? ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് വീണ്ടും, അതായത് ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ സിനിമയെ മറന്നു പോവുക എന്നുള്ള ഇതുണ്ടായിട്ടുണ്ടോ? കാരണം അദ്ദേഹം വീണ്ടും ആ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോഴും അത് വിടാതെ. പക്ഷെ ജിഷ്ണു ഒരു പക്ഷേ ആ ഒരു കാലത്തിലെങ്കിലും സിനിമയെ മറന്നുകൊണ്ട് ബാങ്കിങ്ങിൽ വന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴും? ഇല്ല, അങ്ങനെയല്ല. ബേസിക്കലി സിനിമ എന്നും പാഷനാണ്. അപ്പം അത് എപ്പോഴും മനസ്സിന്റെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോൾ ഏതൊക്കെ തൊഴിൽ മേഖലയിൽ പോയിരുന്നാലും, ഇപ്പം ഞാൻ ആദ്യം കോളേജ് ജീവിതം കഴിയുന്നു, അതിനുശേഷം LICയിൽ ജോയിൻ ചെയ്യുന്നു ഓഫീസറായിട്ട്. അതിനുശേഷമാണ് ഞാൻ ബാങ്കിങ് മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോഴും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തൊഴിൽ വേണം എന്നുള്ള കൃത്യമായ ഒരു നിർബന്ധം വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രഷറിന്റെ പുറത്താണ് ജോലിക്ക് വരുന്നത്. സിനിമ എന്നും ഉള്ളിലുള്ളതാണ്. ആ പാഷന്റെ പുറത്ത് ആ പാഷൻ തന്നെയാണ് എപ്പോഴും മുന്നോട്ട് നയിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ സിനിമയിലേക്ക് എത്തുന്നത്. ഇതിന്റെ അതായത് ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ സ്ക്രിപ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? മീൻസ് അങ്ങനെ ആ സമയം മുതൽ തന്നെ എഴുത്തുണ്ടോ, അതോ അതിന് ശേഷമാണോ എഴുത്ത് സീരിയസ് ആയിട്ട് എഴുതി തുടങ്ങിയത്? അതിനു മുമ്പ് ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. കഥകൾ എഴുതിയിട്ടുണ്ട്, എഴുതുന്നുണ്ടായിരുന്നു. പണ്ട് തൊട്ടേ എഴുതുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ കഥകളൊക്കെ എഴുതുമായിരുന്നു. സ്ക്രിപ്റ്റിങ്ങിലേക്ക് വരുന്നതൊക്കെ പിന്നെ കുറച്ചും കൂടി ഇതിനെ സീരിയസ് ആയിട്ട് കണ്ടതിന് ശേഷം, അത് മനസ്സിലാക്കി അത് പഠിച്ചതിന് ശേഷമാണ് സ്ക്രിപ്റ്റിങ്ങിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിപ്പോൾ ഞാൻ അതാണ് ചോദിക്കാൻ കാരണം നമ്മളിപ്പോൾ ജിഷ്ണു ഒരിക്കൽ പോലും അതായത് പഠനം കഴിഞ്ഞു, അതിനുശേഷം ബാങ്കിൽ ജോലി ചെയ്തു.
അപ്പോൾ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റിയിട്ട് പഠിക്കുക. കാരണം നമ്മളൊരു മനസ്സിലൊരു ആശയം ഉണ്ടായാൽ അത് തിരക്കഥയാവില്ലല്ലോ. കാരണം മുമ്പ് സത്യനന്ദിക്കാടിനൊക്കെ ഇന്റർവ്യൂലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീനിയേട്ടനൊക്കെ അദ്ദേഹം സെറ്റിൽ വന്നിട്ട് അന്നത്തേക്കുള്ള സീനുകൾ 4-5 സീനുകളൊക്കെ എഴുതി കൊടുത്തിട്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിക്കുക, ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ സ്ക്രിപ്റ്റ് ലോക്കാക്കിയതിന് ശേഷമാണ് തോന്നുന്നു സിനിമ ഇത് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അതാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റിയിട്ട് ടെക്നിക്കലി നമുക്ക്, അതായത് ഒരു ആശയം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് സ്ക്രിപ്റ്റ് ആക്കുന്നതിന് അല്ലെങ്കിൽ അത് തിരക്കഥ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്നിക്കൽ നോളജ് വേണ്ടേ? ടെക്നിക്കൽ നോളജ് നമുക്ക് ആവശ്യമാണ്. അതിനാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ലോക സിനിമകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ രീതിയിലുള്ള അറിവുകൾ അതെല്ലാം നമുക്ക് തിരക്കഥയിലേക്ക് പകർത്തുന്നതിനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ ക്യാമറ ഏത് ആംഗിളിൽ വെക്കണം, അല്ലെങ്കിൽ ഈ ഷോട്ട് എവിടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രൈബ് ഡീറ്റെയിൽ ചെയ്യില്ലേ? അപ്പോൾ ആ ഒരു നോളജ് നമ്മൾക്ക് ഈ സിനിമ കാണുന്നതിലൂടെ മാത്രം ആർജിച്ചെടുത്താണോ ഈ ഇതിലേക്ക് സ്ക്രിപ്റ്റ് വരുന്നതിന്? സിനിമ കാണുന്നതിലൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേഖനങ്ങൾ വായിക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഏറ്റവും അനിയന്ത്രിതമായ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരു മേഖലയാകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അറിയാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് സിനിമ കാണുന്നതിൽ കൂടെ മാത്രമല്ല, അതിന്റെ ടെക്നിക്കൽ സൈഡ് അറിയാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കി സ്വാഭാവികമായിട്ട് അതെല്ലാം നമുക്ക് ഗുണപ്പെടുന്നത് നമ്മുടെ സ്ക്രിപ്റ്റിങ്ങിൽ അത് ഗുണപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതോ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു ശ്രീ നാദൃശ്യാണോ ആരോ പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല, 90% ആളുകളും സിനിമാ മോഹികളാണ്, ബാക്കി 10% ആളുകൾ സിനിമയിലോട് താല്പര്യമില്ല എന്ന് കള്ളം പറയുന്നവരാണെന്ന് എവിടെയോ ഞാൻ വായിച്ചൊരു ഓർമ്മയാണത്. അപ്പോൾ സിനിമ മോഹിച്ചപ്പോൾ ഈ ഒരു മേഖല തന്നെയാണോ, അതായത് തിരക്കഥ അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ എന്നുള്ള മേഖല മാത്രമാണോ, അതോ അഭിനയ മോഹിയാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാ? അഭിനയം ഒരിക്കലും എനിക്ക് പറ്റിയ പണിയല്ല. ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു ഇത് തോന്നാൻ കാരണം എന്താ? ഇതിലിപ്പം കളങ്കാവലില് ചെറിയ ഏതെങ്കിലും ഒരു വേഷത്തിൽ കാണാൻ പറ്റുമോ, എക്സ്പെക്ട് ചെയ്യണോ? ഇല്ല ഇല്ല. ഇനി വീണ്ടും നമുക്ക് പാസ്റ്റിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ജിഷ്ണുവിന്റെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഇപ്പം കളങ്കാവലിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ പ്രൊഫഷൻ ഈ ഒരു ജിഷ്ണുവിൻ്റെ എഴുത്ത് എന്നുള്ള പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലേക്ക് ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ പ്രൊഫഷൻ ശരിക്കും എനിക്ക് യൂണിഫോം ജോബ്സിനോട് ഒരു താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ട് പണ്ട് തൊട്ടേ. അപ്പോൾ എനിക്കൊരു പോലീസുകാരനാകണമെന്നായിരുന്നു ആഗ്രഹം. ജിഷ്ണുവിന്റെ DP ഒക്കെ അച്ഛൻ്റെ യൂണിഫോം യൂണിഫോം ജോബ്സിനോട് എനിക്ക് അതും കേരള പോലീസിനോട് കൃത്യമായൊരു സ്നേഹം, കാരണം അച്ഛൻ പോലീസിലായതുകൊണ്ട് തന്നെ അതിനോടുള്ള ഒരു ബഹുമാനം സ്നേഹമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അച്ഛൻ SHO ആയിരിക്കുന്ന സമയം തൊട്ട് അച്ഛൻ അന്വേഷിക്കുന്ന കേസുകളെ പറ്റിയും ഒക്കെ അച്ഛൻ ചെറുതായിട്ട് വീട്ടിൽ വന്നിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അതൊക്കെ മനസ്സിലാക്കുമായിരുന്നു, എന്താണ് ആ പ്രോസസ്സ് എന്നുള്ളത്. പിന്നെ അച്ഛൻ്റെ അത്യാവശ്യം ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വായിച്ച് അങ്ങനെ ഒരു ക്രൈം ത്രില്ലർ ജോണറിലേക്ക് നമുക്ക് നമ്മുടെ എഴുത്തിനെ പോളിഷ് ചെയ്യാൻ അതൊക്കെ സഹായിച്ചിട്ടുണ്ട്. അച്ഛൻ നന്നായിട്ട് വായിക്കുന്ന ആളാണോ? അച്ഛൻ നന്നായി വായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കുന്ന ഒരാളാണ്. വീണ്ടും പാസ്റ്റിൽ തന്നെ അതായത് ഫ്യൂച്ചർ ഇതിലേക്ക് പ്രസന്റിൽ എത്തിയിട്ടില്ല ഇപ്പോഴും, നമ്മൾ നമ്മുടെ പരിചയത്തിലേക്കും നമ്മുടെ സൗഹൃദത്തിലേക്കും കിടക്കും. എനിക്കൊന്ന് 2019 ജിഷ്ണു വിജയ ബാങ്കിൽ ജോയിൻ ചെയ്തതാണ്. അല്ല, 2019 അമാൽഗമേഷന് ശേഷമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വിജയ ബാങ്ക് ഓഫ് ബറോഡ ആയിട്ട് അമാൽഗമേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പരിചയപ്പെടുന്നതും. എനിക്കൊന്ന് 2019 ശേഷം വീണ്ടും 1-2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സഹപ്രവർത്തകരായും പിന്നെ ഒരേ സമയം തന്നെ ട്രേഡ് യൂണിയന്റെ ഓഫീസ് ബെയറായിട്ട് ഇരുന്നിട്ടുള്ള, അങ്ങനെയാണ് സൗഹൃദം തുടങ്ങുന്നത്. ഞാൻ കാലിക്കറ്റിലും ജിഷ്ണു ട്രിവാൻഡ്രത്തുള്ള സമയത്ത് നമ്മൾ ആ ഒരു അങ്ങനെയാണ് സൗഹൃദം തുടങ്ങുന്നതും വളരുന്നതും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അന്നും നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിലും കാര്യങ്ങളിലും ഒക്കെ സിനിമ വലിയൊരു ഘടകമായിരുന്നു. മേജറായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നുകിൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും സഹപ്രവർത്തകർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മെജോറിറ്റിയും വരുന്നത് സിനിമയായിരിക്കും. അപ്പോഴും സംഘടനാ പ്രവർത്തനം, നമ്മൾ സംഘടനാപരമായിട്ടുള്ള മീറ്റിങ്ങുകൾ പങ്കെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഏതിലാണെന്നുണ്ടെങ്കിലും സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കിടയിൽ ആ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. അന്ന് ജിഷ്ണുവിൻ്റെ ആക്ച്വലി ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് ആയിരുന്നു സിനിമ. എനിക്ക് തോന്നുന്നു അന്ന് ആ സമയത്തേക്ക് സ്ക്രിപ്റ്റ്, കളങ്കാവലിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കളങ്കാവലിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ തയ്യാറായിരുന്നു ആ സമയത്ത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു മമ്മൂക്കയായിട്ടുള്ളൊരു മീറ്റിങ്ങുകളും അല്ലെങ്കിൽ അപ്രോച്ചും കാര്യം ആ സമയത്ത് മമ്മൂക്ക അത് ഫിക്സ് ആയിരുന്നു.
എനിക്ക് തോന്നുന്നു പോസ്റ്റ് കോവിഡ് സമയത്താണ് കളങ്കാവലിന് എഴുതി തുടങ്ങുന്നത്. അതിനുശേഷം കളങ്കാവിൽ നമ്മൾ സ്ക്രിപ്റ്റ് ലോക്കായി കഴിഞ്ഞപ്പോഴത്തേക്ക് പൃഥ്വിരാജിലേക്ക് എത്തുന്നു. പിന്നെ അതിനുശേഷം അത് മമ്മൂക്കയിലേക്ക് എത്തിച്ചേരാണ്. ആദ്യം പൃഥ്വിരാജ് കഥ കേൾക്കുന്നത്. അതായത് ഇപ്പം മമ്മൂക്ക ചെയ്യാനിരുന്ന വേഷത്തിന് വേണ്ടിയിട്ടാണോ അതോ? അല്ല, ആദ്യം ഇത് കേൾക്കുന്നത് വിവേക് രാമദേവൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. അദ്ദേഹം വഴി CV സാരഥി, E4 എന്റർടൈൻമെന്റ് സാരഥി ചേട്ടൻ കഥ കേൾക്കുന്നു. പിന്നെ അടുത്ത കഥ കേൾക്കുന്ന ആള് രാജുവേട്ടനാണ്. അപ്പോൾ അങ്ങനെ രാജുവേട്ടന് ഇഷ്ടപ്പെടുന്നു. പിന്നെ അത് മമ്മൂക്കയിലേക്ക് എത്തുന്നു. കാരണം ഇത് 2 ക്യാരക്ടേഴ്സ് വളരെ ഈക്വൽ ഇമ്പോർട്ടൻസ് കേന്ദ്ര കഥാപാത്രങ്ങളായി നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന 2 ആർട്ടിസ്റ്റുകളായിരുന്നു അന്നത്തെ ആ സമയത്ത് ഇവർ രണ്ടുപേരും. അപ്പോൾ അതിനുശേഷം മമ്മൂക്കയിലേക്ക് എത്തി. പിന്നെ അത് ഒരു മമ്മൂക്ക പ്രൊജക്റ്റ് ആയിട്ട് പിന്നെ മാറുകയാണ് ഉണ്ടായത്. അപ്പം ആദ്യം കഥ പറഞ്ഞത് ശ്രീ പൃഥ്വിരാജിനോടാണ്. അദ്ദേഹം ത്രൂ ആണ് വീണ്ടും മമ്മൂക്കയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് ഒരു സജഷൻ ഉണ്ടായിരുന്നു. കാരണം ആ ക്യാരക്ടർ മമ്മൂക്ക ചെയ്തിരുന്നുവെങ്കിൽ രസമായിരിക്കും. മമ്മൂക്കയെ അപ്രോച്ച് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? മമ്മൂക്കയുടെ അടുത്ത് നേരിട്ട് പോയി കഥ പറഞ്ഞു? മമ്മൂക്കയെ അപ്രോച്ച് ചെയ്യുന്ന ശരിക്കും രാജുവേട്ടൻ ഒരു സൈഡ് ഓക്കെ പറയുന്നു. അപ്പോൾ അടുത്ത സൈഡ് മമ്മൂക്ക എന്തായാലും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻഡോ ചേട്ടൻ വഴിയാണ് പിന്നെ അതെല്ലാം മൂവ് ചെയ്യുന്നത്. അപ്പൊ ആൻഡോ ജോസഫ്, അപ്പൊ അദ്ദേഹമാണ് പിന്നെ അതെല്ലാം ഓപ്പറേറ്റ് ചെയ്തതും മമ്മൂക്കയിലേക്ക് എത്തുന്നതും പിന്നെ മമ്മൂക്കയുടെ അടുത്ത് നറേറ്റ് ചെയ്യുന്നതും. ഫസ്റ്റ് പറയുന്നത് ജിതിനാണ് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. അപ്പൊ അതിനുശേഷം പിന്നീട് മമ്മൂക്കയോട് പറയുമ്പോഴെല്ലാം മമ്മൂക്കയെ മീറ്റ് ചെയ്തപ്പോഴാണ് മമ്മൂക്കയെ മീറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഇത് കഥ പറയുന്നത് മീൻസ് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ്. അതെ. എന്താ ആ ഒരു അനുഭവം എങ്ങനെ പറയാം? അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പോയി അദ്ദേഹത്തെ കാണുന്ന ഒരു മൊമെന്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തെ കാണുന്നു. പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും അവിടെ ഒരു ശരിക്കും ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. അദ്ദേഹത്തിന് നമ്മളിലൊരു കോൺഫിഡൻസ് വരണം. കാരണം നമ്മളൊക്കെ തുടക്കക്കാരാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഡിസ്കഷൻ ഒക്കെയാണ് അന്ന് നടന്നത്. അപ്പൊ അതില് അന്ന് അദ്ദേഹം തൃപ്തനായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. പിന്നീട് ഇത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാണ്. കാരണം അദ്ദേഹം റീസെന്റ് ആയിട്ട് ചെയ്ത പ്രൊജക്ടുകളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നൻപകൽ നേരത്തെ മയക്കായാലും അതുപോലെ തന്നെ ഇപ്പം കാതലായാലും ഒക്കെ മമ്മൂട്ടി കമ്പനി എടുക്കുന്ന സിനിമകൾ എന്നും ഒരു എന്തെങ്കിലും രീതിയിൽ അത് വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ ഇത് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിലേക്ക് എങ്ങനെ വന്നു? മമ്മൂട്ടി തന്നെയായിരുന്നു സജസ്റ്റ് ചെയ്തത്? അല്ല, ഇത് തുടക്കത്തിൽ വന്നപ്പോൾ ആൻഡോ ചേട്ടനായിരുന്നു ത്രൂ ഔട്ട് നിന്നിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്താണ് മമ്മൂക്കയിലേക്കും മമ്മൂട്ടി കമ്പനിയിലേക്കും അത് അദ്ദേഹം തന്നെയാണ് മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് ഇത് ശ്രീ വിനായകനിലേക്ക് എങ്ങനെയാണ് മറ്റേ ക്യാരക്ടർ എത്തുന്നത്? വിനായകൻ ചേട്ടനിലേക്ക് എത്തുന്നത് മമ്മൂക്കയുടെ സജഷൻ ആയിരുന്നു. ആക്ച്വലി രാജുവേട്ടന് കൃത്യമായ തിരക്കുകൾ ഉണ്ടായിരുന്നു. അപ്പം എമ്പുരാന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡയറക്ടോറിയൽ വെഞ്ചറിന്റെ അതിന്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ വിനായകൻ ചേട്ടനിലേക്ക് മമ്മൂക്കയുടെ ഒരു സജഷനിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. ഈ ഷൂട്ട് എത്ര ദിവസം ഉണ്ടായി? കളങ്കാവലിന്റെ ഒരു മൊത്തത്തിലുള്ള ഷെഡ്യൂള് ഷൂട്ട് എക്സാക്ട്ലി നമുക്കൊരു 50-55 ദിവസം അടുപ്പിച്ച്. മമ്മൂക്ക എത്ര ദിവസം? കാരണം മമ്മൂക്കയുടെ ഉള്ള സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ജിഷ്ണു മുഴുവൻ സമയവും സെറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ ത്രൂ ഔട്ട് ഷൂട്ടിംഗ് പ്രൊഡക്ഷൻ തൊട്ട് പ്രീലും പോസ്റ്റില് ഓൾറെഡി ഇപ്പോൾ ഇൻവോൾവ് ആണ്. അല്ല, ഷൂട്ടിംഗ് സമയത്ത് ത്രൂ ഔട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് മകന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതും. എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിലാ ഇൻസ്റ്റയിലും ഇതിലൊക്കെ സ്റ്റാറ്റസും ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വർഷമായി ഷൂട്ടിംഗ് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ. കാരണം അവന് സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ ആ ഒരു ഇത് അറിയാറായിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിൽ പോലും മമ്മൂട്ടിയാണ്, മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിയാണ് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്ത് എനിക്ക് തരുന്നത് എന്നുള്ള ആ ഒരു ഇത് അത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. എങ്കിൽ പോലും ആ ഒരു അനുഭവം. കാരണം നാളെ കുറച്ച് അവനൊരു തിരിച്ചറിവൊക്കെ വരുമ്പോൾ ഈ ഒരു, കാരണം ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് നാളെ ഇത് എവിടെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. നാളെ ഇപ്പൊ അവനൊരു തിരിച്ചറിവിന്റെ പ്രായമാകുമ്പോ അവന് കൂട്ടുകാരോടൊക്കെ പറയാം മമ്മൂട്ടിയാണ് എന്റെ എത്രാമത്തെ ബർത്ത്ഡേ? 4-മത്തെ 5-മത്തെ ബർത്ത്ഡേ ആണ്. അപ്പോ ആ സ്റ്റാറ്റസും ഇതിലും ഞാൻ കണ്ടു. അപ്പൊ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അന്ന് എനിക്കൊന്ന് വൈഫും ഉണ്ടായിരുന്നു സെറ്റിൽ. വൈഫ്, അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയാണ് ഫാമിലിക്ക് മൊത്തത്തില്?
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ആകസ്മികമായി സംഭവിച്ചതാണ്. അതായത് ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ നാഗർകോവിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. അപ്പം നാഗർകോവിൽ എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വളരെ അടുത്താണ്, 70 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അവിടെയാണ് മമ്മൂക്ക 7 ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ഷൂട്ട് തുടങ്ങി 7 ദിവസം കഴിഞ്ഞിട്ടാണ് മമ്മൂക്ക ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തും വീട്ടിൽ നിന്ന് എല്ലാവരും വരണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മമ്മൂക്കയെ ഒന്ന് നേരിട്ട് കാണുക ഏതൊരു മലയാളിയുടെ ഒരു ആഗ്രഹമാണല്ലോ. കാരണം നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുമില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആർക്കും അങ്ങനെ ഒരു അവസരവും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഷൂട്ടിങ്ങിന്റെ തിരക്കുകളൊക്കെ കാരണം അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത ഷെഡ്യൂള് കൊച്ചിയിലായിരുന്നു. ഇരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു മമ്മൂക്ക നമ്മുടെ സെറ്റിലെ ലാസ്റ്റ് ഡേ ആണ് അന്ന്, നവംബർ 5-ന്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞു, ഷൂട്ടെല്ലാം നമ്മൾ എടുത്ത് കഴിഞ്ഞായിരുന്നു. അപ്പൊ ആ സമയത്ത് എങ്ങനെയോ, കാരണം ചാർട്ടുകളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ പ്ലാൻ ചെയ്ത ചാർട്ടുകളൊക്കെ പൊളിയുന്നു. കാരണം പെട്ടെന്ന് ഷൂട്ട് നമുക്ക് തീർത്തു പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ അച്ഛനും അമ്മയും വരികയും, അങ്ങനെ അത് ഒരിക്കലും പ്ലാൻഡ് ആയിരുന്നില്ല. എങ്ങനെയാണ് മമ്മൂക്കയുടെ അടുത്ത് പറയണത് മകന്റെ ബർത്ത്ഡേ ആണ് ഇത്? മമ്മൂക്കയുടെ അടുത്ത് എങ്ങനെ അവതരിപ്പിച്ചത്? ആരാ പറഞ്ഞത്? മമ്മൂക്കയുടെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചായിരുന്നു സാറിന് മകന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ്. അപ്പൊ എന്ത് പറഞ്ഞു മമ്മൂക്ക? അപ്പൊ നമുക്ക് ഓഫ്കോഴ്സ് കേക്ക് കിട്ടിയെന്നില്ല. കാരണം ജിഷ്ണു പറഞ്ഞു തന്നെ, നമ്മളൊക്കെ ഒരു ആവറേജ് മലയാളി ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, കാരണം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച സിനിമകൾ കണ്ടിട്ട് സിനിമാ മോഹം വളർന്ന ആളുകളാണ് നമ്മളൊക്കെ, പ്രത്യേകിച്ച് 90കളിലുള്ള ജനിച്ചവരൊക്കെ. അപ്പം ആ ഒരു ഇതെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ കാണുന്നവർക്കൊക്കെ ഭയങ്കര അനുഭവമാണ്. കാരണം അത് വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ട് ഇന്നലെ വീണ്ടും അത് 2 ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഞാൻ മകനെ കുറിച്ച് ആലോചിക്കണത്. അവന്റെ പേര് നീലൻ എന്നാണ് അല്ലേ? നീലൻ. അത് മംഗലശ്ശേരി നീലകണ്ഠന്റെ റെഫറൻസ് ആണെന്ന് പറഞ്ഞ മംഗലശ്ശേരി നീലകണ്ഠന്റെ റെഫറൻസ്. അവന് നീലൻ, എൻ്റെ അപ്പന്റെ പേര് നീലകണ്ഠൻ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതുണ്ട്. പിന്നെ അതിനുശേഷം ശിവന്റെ ഡൈറ്റി അങ്ങനെ അതുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് മലയാളികളുടെ മനസ്സിൽ അതാണ് ഞാൻ ചോദിക്കാൻ കാരണം അങ്ങനെ ഒരു പേരിടുമ്പോ ചിലപ്പോ ഒരുപക്ഷെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മുത്തച്ഛന്റെ ഒക്കെ റെഫറൻസ് പറയണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നതിൽ നിന്ന്, കാരണം ഒരു എപ്പിക്കാണ് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു ഇതല്ലേ, ആ ഒരു റെഫറൻസ് തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്യാരക്ടറാണ്. മുഴുവൻ പേരെന്താ അവന്റെ? നീൽ ജിഷ്ണു മഹേശ്വർ എന്നാണ്. ഓക്കെ നീലിനേ ഉള്ളൂ, നീലകണ്ഠന്നില്ല അല്ലേ? ഓക്കെ. അതിനിടയിൽ മമ്മൂക്കയ്ക്ക് ഇപ്പൊ ഇൻവെറ്റീവിന് ആ ഷൂട്ടിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരികയും മമ്മൂക്ക് കുറച്ച് കാലം മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു. അപ്പൊ ആ സമയത്ത് എന്തായിരുന്നു? കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് മാത്രം നമ്മൾ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് കുറച്ച് ഡബ്ബിങ്ങിന്റെ പോർഷൻസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു നമുക്ക് ആ ഒരു സമയത്ത് മാറി നിൽക്കുമ്പോൾ. അപ്പൊ പിന്നീട് അതൊരു കൺസേൺ ആയിരുന്നു കളങ്കാവൽ ടീം, അതൊരു ഇതായിരുന്നു? ഇല്ല, അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഡബ്ബിങ്ങിന് നമുക്ക് മമ്മൂക്കയിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ ഡബ് ചെയ്ത് കഴിയുകയും ചെയ്തു. പക്ഷേ അല്ലാതെ ഓൾമോസ്റ്റ് നമ്മുടെ മമ്മൂക്ക ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് കളങ്കാവിൽ ഏകദേശം ഒരു 80% വർക്കെല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് വേറെ പിന്നെ പെൻഡിങ് ആയിട്ട് തന്നെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ മമ്മൂക്ക തിരിച്ചു വരുന്നതിനേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. ഓക്കെ. അതിന്റെ ആ ഒരു സമയം ഇത് മാത്രം, ഈ കുറച്ച് പോർഷൻസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. ഡബ്ബിംഗ് അങ്ങനെ അധികം ഇല്ലായിരുന്നു, കാരണം ഇത് സിങ്ക് സൗണ്ട് ആണ്. ഡബ്ബിംഗ് വളരെ കുറവായിരുന്നു നമ്മുടെ പടത്തില്. ഓക്കെ. അതില് ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഫോണ്ടിലും പിന്നെ മൊത്തത്തിലുള്ള ഡിസൈനിലും കാര്യങ്ങളിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ആണ്. അതാ നമ്മൾ ആ ഒരു സൈഡിലൊക്കെ ഒരു ചെലന്തി വല പോലെയും അങ്ങനെ ഒരു കുറച്ചൊരു എനിക്ക് തോന്നുന്നു അത് സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാവാനേ വഴിയുള്ളൂ. എങ്കിൽ പോലും കാരണം സ്പോയിലർ ആവില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് എന്തെങ്കിലും, അതായത് ഇത് സയനൈഡ് മോഹന്റെ കഥയാണെന്നൊക്കെ ഉള്ള കുറേ ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചോദിക്കുകയാണ്, സ്പോയിലർ ആവാതെ എന്താണ് കളങ്കാവൽ കാണാൻ പോകുമ്പോൾ എന്താ പ്രതീക്ഷിക്കാം മലയാളിക്ക്? ആദ്യം തന്നെ ഞാൻ പറയാം, സയനൈഡ് മോഹൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. അത് ശരിക്കും ഒരുപാട് സ്പെക്കുലേഷൻസ് ഇങ്ങനെ എയറിൽ നിൽക്കുന്നുണ്ട് ഈ പ്രോജക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് സയനൈഡ് മോഹൻ്റെ കഥയാണെന്ന് പറയുന്നു, അല്ലാതെ വേറെ 2-3 ഇൻസിഡൻസ് എന്ന് പറയുന്നു. പക്ഷേ ഒരിക്കലും ഞങ്ങളത് ഒഫീഷ്യലി അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഇത് സയനൈഡ് മോഹൻ്റെ ആണെന്നോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആണെന്നോ നമ്മൾ പറയില്ല. ഒന്നിലധികം റിയൽ ഇൻസിഡൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. പിന്നെ പക്ഷേ അതിൻ്റെ ഫിക്ഷണലൈസ്ഡ് വെർഷനാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് മാത്രമേ എനിക്കിപ്പം
തരാൻ സാധിക്കുള്ളൂ. അല്ല, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ബാക്കി സിനിമയിൽ നിന്ന് തന്നെ കണ്ടു മനസ്സിലാക്കണം. ഓക്കെ. കാരണം അതിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നലെയോ മിനിയാന്നോ റിലീസ് ചെയ്ത പോസ്റ്ററിൽ മമ്മൂക്ക തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഒരു കാർ, എനിക്ക് തോന്നുന്നു ഹോണ്ടയുടെ അക്കോർഡ് ഏതോ വണ്ടിയാണ് തോന്നുന്നു, 1988 മോഡൽ. ആ ഒരു ഇതിൽ അതിൽ ഒരു ബാക്ക് സൈഡിൽ നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ ഷൂട്ടും തമിഴ്നാട്ടിൽ തന്നെ ആയിരുന്നു? അല്ല, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഷെഡ്യൂൾ മൊത്തം നമ്മൾ നാഗർകോവിലായിരുന്നു, സെക്കൻഡ് ഷെഡ്യൂൾ നമ്മൾ നാട്ടിൽ തന്നെ ആയിരുന്നു. അതായത് തമിഴ്നാട്ടിൽ നാഗർകോവിൽ നടക്കുന്ന ഒരു കഥ എന്നുള്ളതാണോ അതോ നാഗർകോവിൽ നടക്കുന്നില്ല, ഇതൊരു കേരള തമിഴ്നാട് ബോർഡർ പ്രദേശത്ത് നടക്കുന്ന ഒരു കഥ എന്നുള്ള രീതിയിലാണ് നമ്മളിത് പറയുന്നത്. കളങ്കാവൽ എന്നുള്ള പേരിനെ പറ്റിയിട്ട് മുമ്പ് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനൊരു റിപ്പീറ്റേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു പേരിലേക്ക് എത്തിയത്? കാരണം വെനം ബിനീത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നത്, ടാഗ് ലൈൻ അതാണെന്ന് തോന്നുന്നു. അത് എങ്ങനെയാണ് ആദ്യം തന്നെ ഇത് പേര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതോ? ഇല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വർക്കിംഗ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. വർക്കിംഗ് ടൈറ്റിൽ ഇതല്ലായിരുന്നു. അപ്പൊ അതിന് ശേഷം അപ്പം നമ്മൾ സിനിമ ഓൺ ആവുന്നു. സിനിമ ഓൺ ആയപ്പോഴത്തേക്ക് നമ്മൾ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ നമ്പർ 7 എന്നുള്ള രീതിയിൽ, കാരണം നമ്മൾ ടൈറ്റിൽ അപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ടൈറ്റിലിനെ പറ്റി കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം എൻ്റെ ഭാഗത്തുനിന്നും ജിതിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും അതില് എനിക്ക് പേഴ്സണലി സംതൃപ്തി തരികയും അതോടൊപ്പം അതിൽ ജിതിന് എഗ്രി ചെയ്യുകയും ചെയ്ത ടൈറ്റിലാണ് കളങ്കാവൽ. പേര് സജസ്റ്റ് ചെയ്യണത് ജിഷ്ണു ആണോ? അതെ, ഞാനായിരുന്നു. എക്സാക്ട്ലി എന്താണ് അതൊരു ചടങ്ങാണോ അതോ എന്താണ്? കളങ്കാവൽ എന്ന് പറഞ്ഞ ഒരു റിച്വലാണ്. തെക്കൻ തിരുവിതാംകൂറില് ഭദ്രകാളി ദേവീക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. അതായത് ദേവീക്ഷേത്രങ്ങളിൽ ഈ ദാരിക നിഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് ദാരികനെ അന്വേഷിച്ച് ഭദ്രകാളി ദേവി പോവുകയും ഓരോ ദിക്കുകളിൽ ചെന്ന് ദിക്കുബലി നടത്തുകയും അവിടുത്തെ കളങ്കാവലിനിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതായത് കളത്തിനെ സെക്യൂർ ചെയ്യുക എന്നുള്ള, സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സ്. അതിനെ നമുക്ക് അങ്ങനെയും പറയാം, അല്ലാതെ ജോഗ്രഫിക്കലിയും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിന് ഒന്നിലധികം മാനങ്ങളുണ്ട് ആ ടൈറ്റിലിന്. അത് മുമ്പ് നിലനിന്നിരുന്ന ഒരു ആചാരമാണോ അത് ഇപ്പോഴും? ഇപ്പോഴും ആ പ്രോസസ്സ് തെക്കൻ തിരുവിതാംകൂറിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതെ, ഇത് എൻ്റെ വീടിനടുത്ത് നടക്കുന്ന ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് കളങ്കാവൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇനിയിപ്പം നമ്മൾ പ്രസന്റ്, എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ നമ്മൾ കളങ്കാവലിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ അതിനി ഒരു സ്പോയിലർ ആവണ്ട, അത് ആ സസ്പെൻസ് അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ പറ്റി. ഫ്യൂച്ചറിൽ എന്താണ് പുതിയ പ്രൊജക്ടുകൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതോ? കമ്മിറ്റ് ചെയ്തിട്ടില്ല, ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയ സ്ക്രിപ്റ്റുകൾ കയ്യിലുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഡിസ്കഷൻസ്? എണ്ണം പറയണ്ട, ഉണ്ടോ ഇല്ലയോ മാത്രം പറയാം. കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്റർവ്യൂ കാണുന്ന ഒരു പക്ഷേ ചിലപ്പോ ചാൻസ് ചോദിക്കാനും വരാനൊക്കെ ഉള്ളത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അങ്ങനെയല്ല, കംപ്ലീറ്റ് ആയതുണ്ട്, പക്ഷേ ഡിസ്കഷൻസ് നടക്കുകയാണ്. അങ്ങനെ ഒഫീഷ്യലി കമ്മിറ്റഡ് ആയിട്ടില്ല. നമ്മുടെ കാരണം ഇപ്പം അച്ഛൻ്റെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഇങ്ങനെയുള്ളൊരു ജോണറിലുള്ള സ്ക്രിപ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യണോ അതോ നമ്മൾ ജോണർ മാറ്റിപ്പിടിക്കോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു? ക്രൈം ത്രില്ലേഴ്സിന് എപ്പോഴും ഒരു പ്രേക്ഷകർ ഉണ്ട്. നമുക്ക് നമ്മൾ മൊത്തത്തിൽ സിനിമാ മേഖല മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ ക്രൈം ത്രില്ലേഴ്സിന് കൃത്യമായ രീതിയിലൊരു ആസ്വാദന ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ശരിക്കും ക്രൈം മാത്രമല്ലല്ലോ, ബാക്കിയുള്ള ജോണേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം ഇനി അങ്ങോട്ടുള്ള ഇതിൽ ചിലപ്പോൾ മാറി സഞ്ചരിച്ചെന്നിരിക്കാം. പിന്നെ വേറെ ഇതിനിടയിൽ അത് അച്ഛനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറഞ്ഞോട് ചോദിക്കുക. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആൾ നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിൽ അവധി ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ നാട്ടിൽ നമ്മുടെ ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കൂടും. അതിൽ പല രീതിയിലുള്ള ആളുകളായിരിക്കും. അതിൽ ഇപ്പോൾ ഞാൻ ബാങ്കിൽ നിന്നാണ്, ആൾ ക്രൈം ബ്രാഞ്ചിലായിരുന്നു, ഇപ്പോൾ മാറിയ ആൾ ചെറുപ്പക്കാരൻ, നമ്മുടെ ഒരു 4-5 വയസ്സൊക്കെ കൂടുതലുണ്ടാവുള്ളൂ. അങ്ങനെ പല മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. ഒരാൾ KSRTC വർക്ക് ചെയ്യുന്ന ആളാണ്. എല്ലാം നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ മാക്സിമം ഒരു 3-4 വയസ്സ് അങ്ങനെയുള്ളത്. അപ്പോൾ ആളിങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ, രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ ആൾ ക്രൈം ബ്രാഞ്ചിലായതുകൊണ്ട് തന്നെ ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല, കാരണം അതിന് ഇത് വിഷയമാണ്ട. അപ്പോൾ ഇങ്ങനെ ഓരോ കഥകൾ പറയും. അവരുടെ സൂപ്രണ്ടുമാരും ക്രൈം ബ്രാഞ്ച് ഒരു സെപ്പറേറ്റ് വിങ് ആയിട്ടാണ്. കാരണം ഇവർക്ക് ഞാൻ ഇവിടെ ചോദിക്കും, അതായത് നിങ്ങൾ പോലീസ് തന്നെയാണോ വർക്ക് ചെയ്യണത്? കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ അവധി ദിവസങ്ങളൊന്നും പോകണ്ട, മറ്റേ ഈ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ കളിയാക്കി പറയും. അപ്പം മൂപ്പര് അതേപോലെ തന്നെ ഭയങ്കര തമാശ കേട്ടോ. പുള്ളി ഇതേപോലെ ഭയങ്കര സിനിമ താല്പര്യമുള്ള മനുഷ്യനാണ്. അപ്പോൾ ആൾ ഇതേപോലെ രസകരമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറയും. ഈ ലാംഗ്വേജ് അറിയാത്ത, ഭാഷ അറിയാത്ത SP ഇവരെ വരികയും പ്രതികളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ട് ആൾ കഥ പറയാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്, നല്ല നാരേറ്റീവ്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇപ്പോൾ കാരണം ഈ അച്ഛൻ വന്നിട്ട് ഷെയർ ചെയ്യാറുണ്ടോ? കാരണം ഈ മീൻസ് ക്രൈം ഇതിൻ്റെ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്,
ഇതിൽ കാരണം ജോണർ മാറ്റുമോ ചോദിച്ചുകൊണ്ട് ഞാനത് ചോദിക്കാം. കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെ ഒരുപാട് തമാശകളും ആ സ്റ്റോറീസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അങ്ങനെയുള്ള ഒരു ഇതുണ്ടോ, അതോ പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ക്രൈം ത്രില്ലേഴ്സ് മാത്രം എന്നാണോ, എങ്ങനെയാണ് ആ ഒരു ജോണർ? അല്ല, പോലീസ് എന്ന് പറയുമ്പം ക്രൈം ത്രില്ലേഴ്സ് മാത്രമല്ലല്ലോ, അവരും ഒരു മനുഷ്യരാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിലും ഈ കാക്കിക്കുള്ളിലും ശരിക്കും മനുഷ്യർ ജീവിക്കുകയാണ്. അപ്പൊ അവർ അവരുടേതായിട്ടുള്ള തമാശകളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അതിലെനിക്ക് ശരിക്കും പേഴ്സണലി ഭയങ്കര താല്പര്യം തോന്നിയൊരു സിനിമയാണ് നിവിൻ ചേട്ടൻ്റെ ഇത് ആക്ഷൻ ഹീറോ. ഭയങ്കര റിയൽ ആയിട്ട് പോലീസുകാരുടെ കറക്റ്റ് പരിപാടി പിടിച്ചു പോയൊരു പടമാണ്. അപ്പോൾ അതാണ് ശരിക്കും റിയൽ പോലീസ്. ബാക്കി നമ്മൾ കാണിക്കുന്നതെല്ലാം കുറെ കൂടി ഫിക്ഷൻ ഒക്കെ ചേർത്ത് കുറെ കൂടി കൊമേഴ്സ്യലൈസ് ചെയ്ത് കാണിക്കുന്ന പോലീസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടുള്ള ഇതിൽ ക്രൈം ത്രില്ലേഴ്സ്, പോലീസിന് ക്രൈം ത്രില്ലേഴ്സ് മാത്രമല്ല അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ അവര് ഇതിലാണ് എന്ന് പറഞ്ഞ ആള്, നമ്മുടെ ക്രൈം ബ്രാഞ്ചിലാണെന്ന് പറഞ്ഞ ആൾ. അപ്പം ആള് വന്നിട്ട് പറയുന്ന കഥകളൊക്കെ, അതായത് നമ്മുടെ അടുത്ത ആള് പറയുന്ന കഥകളൊക്കെ ഭയങ്കര തമാശ കഥകളാണ്. കാരണം ബാക്കിയുള്ള കഥകൾ ഒരു പക്ഷേ നമ്മളടുത്ത് ഷെയർ ചെയ്യാണ്ടാണ്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായതെന്ന് വെച്ചാൽ ആള് വന്നിട്ട് ഒരു നോർത്ത് നിന്നുള്ളൊരു ഇതാണ്, ആള് SP ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരികയാണ് ക്രൈം ബ്രാഞ്ചിൽ. വന്നിട്ട് ആള് ഭയങ്കര ഇത് കാരണം ആൾ ഭയങ്കര ഗെറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. ആള് നറേറ്റ് ചെയ്യണത് വേറെ രീതിയിലാട്ടോ, അത്രയും ഇതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ വരുന്നു, ഒരു സിനിമ സ്റ്റൈലിലാണ് അവരിതൊക്കെ ഇറങ്ങിന്ന് വരുന്നത്. ക്രിസ്റ്റാന്ന് ഇറങ്ങിന്ന് വരുന്നു, ഇതൊക്കെ വരുന്നു ഫുൾ യൂണിഫോമിൽ സെറ്റ്, സിഗരറ്റൊക്കെ വലിച്ചിട്ടിട്ട് വരികയാണ്. വന്നിട്ട് ഏതോ ഒരു കേസിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രതി അറസ്റ്റ് ചെയ്യാനായിട്ട് ആൾ എനിക്ക് തോന്നുന്നു മലയാളം അധികം വശമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഭയങ്കര അതിന് മുമ്പ് ഭയങ്കര ഇതാണ് അവിടെ നടക്കുന്നത്. കാരണം ഇവരൊക്കെ കൂടി ഭയങ്കര ബഹളമാണ്. SP വരുന്നുണ്ട്, പ്രതിയെ ചോദ്യം ചെയ്യാൻ SP വരുന്നു, SP വരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രതിയെ തന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊരു ഇതാണ്, SP ആണ് വരുന്നത്. എന്നിട്ട് വന്ന് പറയുമ്പോൾ, എന്നിട്ട് മൂപ്പര് അത് പറയുമ്പോഴാണ് അതിൻ്റെ തമാശ. മൂപ്പര് വന്നിട്ട് SP വന്നിട്ട് ആ ഒരു സെറ്റപ്പിൽ ഇരുന്നിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് പറയാണ്, ഇപ്പോൾ അത് അവതരിപ്പിക്കുന്ന രീതി കേട്ടോ, ഞാനത് അവതരിപ്പിക്കുമ്പോൾ എത്രത്തോളം അതിൽ തമാശ ഫീൽ ചെയ്യുന്നത് എനിക്കറിയാം. അവർ വന്നിട്ട് പറയാണ്, ഞാൻ കള്ളൻ നീ പോലീസ്, ഞാൻ ചോദിക്കും നീ പറയും, അതാണ് അതിന്റെ പഞ്ച്. അപ്പൊ മൂപ്പരത് അവതരിപ്പിക്കുമ്പോൾ ആളത് അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പം ഇതാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നല്ല, പക്ഷെ ഇങ്ങനെയുള്ള കഥകളും ഇതിനകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ഒരു ജോണറിലും കൂടെ നമുക്ക് ഇപ്പൊ പോലീസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം റോന്തൊക്കെ കണ്ടില്ലേ, അതും വേറൊരു ഇതിൽ ഉള്ള ഇതാണ്. പക്ഷെ ഞാനത് ചോദിച്ചു കേട്ടോ, എനിക്ക് നായാട്ട് ശരിക്കും വളരെ ഒട്ടും കൊമേഴ്സ്യലൈസ് ചെയ്യാത്ത വളരെ നല്ലൊരു, പ്രത്യേകിച്ച് ഷാഹി കബീർ ഫോഴ്സിൽ നിന്ന് തന്നെ വന്നൊരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ ക്ലിയർ കട്ടായിട്ട് അറിയാം അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ നായായിട്ട് വൺ ഓഫ് ദ ബ്രില്യന്റ് വർക്കാണ് ശരിക്കും. റോന്തും അദ്ദേഹത്തിന്റെ തന്നെയാണ്. ഞാനത് അതിനുശേഷം ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഇൻസിഡൻസ് നടക്കുവോ ഡിപ്പാർട്ട്മെന്റിൽ എന്നൊക്കെ ചോദിച്ച സമയത്ത് നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പോലീസ് സ്റ്റോറീസിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള, ശരിക്കും പ്രേക്ഷകർക്ക് പോലീസ് സ്റ്റോറീസ് എപ്പോഴും താല്പര്യമുള്ളത് തന്നെയാണ്. അത് നമ്മൾ എന്തൊക്കെ മേമ്പൊടി ചേർത്ത് പറയാൻ ശ്രമിച്ചാലും, അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചാലും അതിന് കൃത്യമായ ഒരു ആസ്വാദന ഗ്രൂപ്പുകളുണ്ട്, പ്രേക്ഷകരുണ്ട്. അതെ അതെ. ഇനിയിപ്പോൾ മറ്റ് നിലവിലിപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ? കാരണം തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ എന്തായാലും ഒതുങ്ങില്ല, ഒരു ഫിലിം മേക്കർ എന്നുള്ള ഇതിലേക്ക് സംവിധാനം എന്നുള്ള രീതിയിൽ ഉടനെ ഒരു ഇതുണ്ടോ? ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ സ്ക്രിപ്റ്റിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഡയറക്ഷൻ ഓഫ് കോഴ്സ് താല്പര്യമുള്ളൊരു മേഖല തന്നെയാണ്. നമ്മുടെ ഇപ്പം ബാങ്കിൽ വർക്ക് ചെയ്യണോട് കാരണം എനിക്കും അറിയാം പ്രൊഫഷൻ എത്രത്തോളം നമ്മൾ, കാരണം ബാങ്കിങ് ലൈഫ് എന്ന് പറയുന്നത് മറ്റുള്ള ഇതുപോലെ അത്ര എന്താ പറയുക വർക്ക് ചെയ്യാൻ അത്ര സുഖകരമല്ലാത്തൊരു മേഖല ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മളൊക്കെ സംഘടനാ തലത്തിലും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും നമുക്ക് അറിയുകയും ചെയ്യാം. രണ്ട് ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നിലവിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല, കാരണം മാറിയ ബാങ്കിങ് സാഹചര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ബാങ്കിങ് മേഖല എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് കോളർ ജോബായിരുന്നു. പ്രത്യേകിച്ച് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പം തന്നെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനവും എന്തോ വലിയൊരു പോസ്റ്റ് എന്നുള്ള രീതിയിലുള്ളതായിരുന്നു. ഇപ്പം പഴയ ചാമൊക്കെ പോയി, ബാങ്കിങ് മേഖലയിൽ അങ്ങനെ ഒരു ചാമൊന്നും ഇല്ല, ഇപ്പം ഇല്ല ശരിക്കും. നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടി പാരലലി കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ രണ്ടും കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെയും അതെനിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. എഴുത്തിന് പാരലായിട്ട്
കാരണം ആ ഒരു ലൈഫിൽ നിന്ന് വരുന്നു സ്ട്രെസ് ഇതൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് എഴുത്തിനെ അത് ബാധിക്കുന്നുണ്ടോ? എഴുത്തിനെ ബാധിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ക്രിയേറ്റീവ് സൈഡായിരിക്കും, നമ്മൾ അത്രത്തോളം അതിൽ ഫോക്കസ്ഡ് ആയി ഇരുന്ന് വേണമല്ലോ എഴുതാനും കാര്യങ്ങളും ചിന്തിക്കാനൊക്കെ. അപ്പം നമ്മൾ ഒരിടത്ത് പണിയെടുത്തിട്ട് എഴുതുക എന്ന് പറയുന്നത് ഇച്ചിരി ഹെക്റ്റിക്കാണ്. അതെ. പക്ഷെ എന്നിരുന്നാലും സിനിമ ഞാൻ പറയും നേരത്തെ പറഞ്ഞതുപോലെ പാഷനാണ്. അപ്പം ആ ഒരു സ്പാർക്കും അത് ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട് നമ്മളെ. അതായത് ജോലി കഴിഞ്ഞ് വന്നാലും സിനിമയ്ക്ക് ഞാൻ എന്നാണെങ്കിലും ഒരു സിനിമയുടെ കുറച്ചെങ്കിലും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും സിനിമ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്നും. കാരണം 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുള്ള രീതിയിൽ. പിന്നെ അതിനുശേഷം എഴുതാൻ ഒക്കെ താല്പര്യമുള്ള മൂഡ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എഴുതും. അപ്പം അങ്ങനെ കൃത്യമായി അതിന് വേണ്ടിയിട്ടൊരു സമയം ഞാൻ കണ്ടെത്താറുണ്ട്. ഇത് ഇപ്പോൾ നവംബർ 27 റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിന് മമ്മൂക്ക ഇപ്പോൾ തിരിച്ചു വന്ന് ബാക്കിയുള്ള ഇതൊക്കെ എല്ലാം കഴിഞ്ഞു. അതിനുശേഷം മമ്മൂക്കയെ കണ്ടോ? മമ്മൂക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിൻ്റെ അന്ന് മമ്മൂക്കെ കണ്ടായിരുന്നു. നേരിട്ട് കണ്ടായിരുന്നു, സംസാരിച്ചായിരുന്നു. അതായിരുന്നു ലാസ്റ്റ് കണ്ടത്. നമ്മുടെ അത് കളങ്കാവലിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. അന്നേ ദിവസം തന്നെയാണ് ശരിക്കും സാറിന് സ്റ്റേറ്റ് അവാർഡും കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ചോദിച്ചോ എന്താണ് ജിഷ്ണു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് പുതിയ എഴുത്തിനെ പറ്റിയിട്ട്? കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് കാരണം പുതിയ ആൾക്കാർക്ക് ഒരുപാട് അവസരം കൊടുക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് എത്രത്തോളം താല്പര്യമായിട്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഈ ഒരു പ്രൊജക്ട് എഗ്രി ചെയ്യുന്നതും മമ്മൂട്ടി കമ്പനി തന്നെ പ്രൊഡക്ഷൻ അത് ഏറ്റെടുക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഒരു പക്ഷേ കാണുമായിരിക്കുമല്ലോ. അതിനെ ചോദിച്ചില്ല, ഞങ്ങളങ്ങനെ മറ്റ് ഇതിൽ എങ്ങനെയാണ്? കാരണം മമ്മൂക്കയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും മലയാളികൾ. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചുവരവിന് ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന ആദ്യ സിനിമയാണ് കളങ്കാവൽ. അപ്പം അത്രത്തോളം പ്രതീക്ഷയിലാണ് മൊത്തം മലയാളികളും. ആ പ്രതീക്ഷ ഒരു എന്താ പറയുക ഒരു കൺസേൺ ആയി തോന്നുന്നുണ്ടോ? ഇത്രയും ഒരു അമിത പ്രതീക്ഷ ആളുകളിൽ ഉണ്ടാക്കും എന്നുള്ളൊരു? അല്ല, തിരിച്ചു വരവെന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മമ്മൂക്കയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ വളരുന്ന ഓരോ കാലഘട്ടത്തിലും മമ്മൂക്കയുടെ പടം കണ്ട് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പടം കണ്ടിട്ടാണ് നമ്മൾ വളർന്നത്. ഇപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ അവരുടെ പടങ്ങളാണ് കാണുന്നത്. അപ്പോൾ മലയാളികൾ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. മമ്മൂക്കയുടെ തിരിച്ചുവരവെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം എങ്ങും പോയിട്ടില്ല. അദ്ദേഹം ഒരു പടം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത പടത്തിലേക്കുള്ള ഒരു ബ്രേക്ക് ആയിരുന്നു. ആ ബ്രേക്ക് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത് റീലോഞ്ച് ചെയ്യുകയാണ് നമ്മുടെ പടത്തിലൂടെ.